സാജുവേ, നമ്മുടെ അവിടെ ആലാ സ്കൂളിനപ്പുറത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് എന്നെ മണപ്പുറത്തെ ജോസ്റ്റാൻ വിളിച്ചു പറഞ്ഞു, ജെയിംസെ നല്ല പണിയായി കഴിഞ്ഞ് പോയല്ലോ. നമ്മൾ ജോസ്റ്റാൻ സന്തോഷത്തോടുകൂടിയാണ് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആലായെ വെച്ച് ചർച്ച നടത്തിയ സമയത്ത് ജോസ്റ്റാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇവിടുത്തെ സിഗ്നൽ ലൈറ്റ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒത്തിരി പ്രതിസന്ധികൾ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഈ വരുന്ന ഞായറാഴ്ചയായിട്ട് ഇവിടെ വന്ന് വൃത്തിയാക്കാനായിട്ടിരുന്നതാണ്. അന്നേരമാണ് ഇവിടെ സുരേന്ദ്രൻ നമ്മുടെ കൂടെ പഠിച്ചതാണ്. ഈ നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും മണിക്കൂട്ടൻ നമ്മളോട് പഠിച്ചാണ് ഇവിടെ വൃത്തിയാക്കുന്നു എന്ന് ഒരു വിവരമായിരുന്നു. അപ്പൊ ഇവരെ ഒന്ന് അഭിനന്ദിക്കാനായിട്ട് ഇങ്ങോട്ട് വന്ന അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരാണ്. കാരണം ഇതാണ് ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ. നാടിന്റെ നന്മയ്ക്ക് ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കണം, അല്ലാതെ ഇവിടെ ഈ കാണിക്കുന്ന പോലെ കുറെ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളതൊന്നല്ല. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഈ മരം വെച്ചത് ആരാണെന്നറിയോ? നമ്മുടെ ഇവിടുത്തെ ഹരിയാണ്, പോലീസുകാരനായിട്ടുള്ള ഹരിയാണ് ഈ മരം വെച്ചത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഹരി ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗം എല്ലാം ക്ലീൻ ചെയ്യും. ഞങ്ങൾ തമ്മിൽ അത് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹരി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കനാലിൻ്റെ ഏതാണ്ട് പോർഷൻ ഉണ്ട്, ഒരു 1.5 ലക്ഷം രൂപ മുടക്കിയാൽ അതിനകത്ത് വേസ്റ്റ് കളയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരി തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ആലാ വിപണി സമൂഹത്തിന് ഒത്തിരി നല്ല പുതിയ മെസ്സേജുകൾ തരുന്നുണ്ട്. ഇപ്പം തന്നെ സ്കൂളിൻ്റെ അപ്പുറം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഉദുകുഴി പാലത്തിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ ശശിച്ചേട്ടൻ അന്ന് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് അവിടെ മുരിങ്ങയെല്ലാം വെച്ച് പിടിപ്പിച്ച പുള്ളിക്കാരൻ അതിൻ്റെ ചെവിടെല്ലാം വൃത്തിയാക്കി എന്താ പറയുക തടവൊക്കെ എടുത്ത് വെള്ളം പോരുന്നുണ്ട്. അപ്പം നല്ല ചിന്തയുള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ മൊത്തം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആലാ വിപണിയുടെ ഭാഗം അഭിനന്ദനങ്ങൾ. സാജു ഓരോരുത്തരോടൊന്ന് സംസാരിച്ചു. റെയിൽവേയുടെ ഗേറ്റ് നമുക്കൊരു മോശം വേണം. അത് തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒരു മോശം വേണം. ഞങ്ങൾക്കൊരു മോശം വേണം. പന്നിയുടെ ആക്രമണത്തിൽ നമുക്കൊരു മോശം വേണം. 10-25 ഓട്ടോ ഡ്രൈവർമാരുണ്ട്. ഡെയിലി ഒരു 8 മണിക്കൂർ ഈ ഗേറ്റിൽ പോകുന്നുണ്ട്. ഒരിക്കൽ ഞാനും ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ഇവിടെ മണിക്കൂറുകളാണ് നമ്മൾ വേറെ ഡ്രൈവറായത്. ഒരു 12 മണിക്കൂർ, ഒരു 8 മണിക്കൂർ ഗേറ്റിൽ പോകുന്നുണ്ട്. അതിന് മോശം വേണം. തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. അതിനൊരു പരിഹാരം വരും. സമാന്തര പാത വേണം ഇതിന്, റെയിൽവേക്ക് അത് നമ്മുടെ നാട്ടുകാരുടെ ആവശ്യമാണ്. അതിന് നമ്മൾ ആല നെടുവരങ്കോട് തൊട്ട് പേരിശ്ശേരി വരെയുള്ള എല്ലാ ആൾക്കാരും നമ്മൾ ഒന്നിച്ചിരിക്കണം. അത് 100% എല്ലാ രാഷ്ട്രീയം മറന്ന് മതം മറന്ന് നമുക്ക് എല്ലാരും ഒന്നിച്ച് നമുക്ക് സമാന്തര പാത നമുക്ക്. ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാരണം എത്രയോ കാലങ്ങളായിട്ട് നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുക. പണ്ടൊരു ജില്ലാ പഞ്ചായത്തിന്റെ ഇലക്ഷൻ ആദ്യം നടന്ന സമയത്ത് അന്ന് ജില്ലാ പഞ്ചായത്തിന്റെ ഇലക്ഷനിൽ മത്സരിച്ച കാൻഡിഡേറ്റ് ആണ് ആദ്യമായിട്ട് ഇവിടെ സമാന്തര പാതയുടെ കാര്യം കൊണ്ടുവരുന്നത്. കാരണം അന്ന് മുതൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളി ജയിച്ചു, പിന്നെ പുള്ളി ആ കാര്യം മറന്നുപോയി. അതിനുശേഷം വിശ്വനാഥ് വന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഏതാണ്ട് പാതയുടെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടു. അതേപോലെ തന്നെ ഇടയ്ക്ക് കൊൽക്കത്ത സൊല്യൂഷന്റെ നേതൃത്വത്തിൽ ആലാ സ്കൂളിൽ വെച്ച് എന്തോ ഒരു പരിപാടി നടന്നു. അന്നേരം സമാന്തര പാതയുടെ കാര്യം പറഞ്ഞു കേട്ടു. ഇപ്പോൾ സജിച്ചെറിയേണ്ട കാലഘട്ടമാണ്. നമുക്ക് രാഷ്ട്രീയം നല്ല വിഷയം, നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഈ നാട്ടിലെ ജനപ്രതിനിധികൾ ഉണ്ടാക്കി തരണം. ഇതൊന്നും അവരുടെ കാരുണ്യമല്ല, നമ്മുടെ നികുതിപ്പണമാണിത്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൗരബോധത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൗരബോധം കൃത്യമായിട്ട് നമ്മൾ വിനിയോഗിക്കണം. ഈ നാട്ടിലൊരു പുതിയ സംസ്കാരം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇവിടെ ജീവിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറിയിരിക്കുകയാണ്. രാമേന്ദ്ര സാർ, നമ്മുടെ MLA രാമേന്ദ്ര സാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ പാത ആവശ്യം നമുക്ക് തേടി തന്നേനെ. കാര്യം അദ്ദേഹം ഇതിന്റെ ആവശ്യക്കാരനായിരുന്നു. അദ്ദേഹം നമ്മളെ പോലെ ആവശ്യക്കാരനായിരുന്നു. നിലവിലുള്ള മന്ത്രിക്ക് ഇത് സമാന്തര പാത അല്ലെങ്കിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാത അതേപോലെ തന്നെ ശ്രീ കൊടുക്കുന്ന സുരേഷും തീർച്ചയായിട്ടും പങ്കാളിത്തമുണ്ട്. കാരണം അദ്ദേഹമാണ് MP. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ ആയുസിന്റെ നല്ലൊരു ഭാഗവും നമ്മുടെ ആയുസിന്റെ നല്ലൊരു ഭാഗം ഇവിടെ പൊലിയുക. ചെറിയനാട് ഉൾപ്പെടെ ആൾക്കാരുടെ ആയുസിന്റെ നല്ല ഭാഗം ഈ റെയിൽവേ ക്രോസിന്റെ അടുത്താണ് പൊരിഞ്ഞു പോകുന്നത്. സാജു എന്തായാലും ഇതൊന്ന് കാണിച്ചാൽ ഇപ്പം സിഗ്നൽ കാണാൻ യാതൊരു തടസ്സവും ഇല്ല. കണ്ടില്ലേ, സിഗ്നൽ കാണാൻ യാതൊരു തടസ്സവും ഇല്ല. റോഡിന്റെ ഏത് ഭാഗത്ത് നിന്നാലും സിഗ്നൽ കാണാം. സൈഡെല്ലാം വൃത്തിയായി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത് അപ്പുറത്തെ ഒരു തെങ്ങുണ്ട്. ആ തെങ്ങിലെ തേങ്ങ ആരെങ്കിലും കയറിയിടണം. റോഡിൽ കൂടെ പോകുന്ന ആരുടെയെങ്കിലും തലയിൽ ആ സാധനം വീഴും. കാരണം തേങ്ങ ഓല നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് ആരുടെയെങ്കിലും തലയിൽ വീണ്ടു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. കാരണം ഇന്ന് ശ്രദ്ധിക്കണം വെച്ചാൽ ഒരു സ്ത്രീയുടെ കണ്ണൊഴിച്ചതെല്ലാം കടിച്ചു പറിച്ചു. ഈ നാട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും ചലിച്ചോ, ഏതെങ്കിലും ബുദ്ധിജീവി അവരുടെ വീട്ടുകാർക്ക് പോയി. നമ്മളെ നാളെ ഇവിടെ വെച്ച് കടിച്ചാലും നമ്മുടെ തലയിൽ ആ തേങ്ങ വീണാലും കുറെ ആൾക്കാർ കിളിച്ചുകൊണ്ട് വന്ന് റീത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അതിനുപരിയായിട്ട് ആത്മാർത്ഥമായിട്ടുള്ള സമീപനങ്ങൾ നമുക്ക് വേണ്ടി. ഒരു കാര്യം പറയാനുണ്ട്, ആ റെയിൽവേയുടെ സ്ഥലത്തെ കുറച്ച് തടി മുറിച്ച് വെച്ചിരുന്ന ആളുകളായി
അത് ഇതേവരെ മാറ്റുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ലീഗൽ അദാലത്തിൽ ഞാൻ എന്റെ പെറ്റീഷൻ കൊടുക്കാം. അത് പാമ്പിന്റെ ബഹളം. മരങ്ങൾ മുറിച്ച് തരാൻ വേണ്ടിയും കൂടെ മരങ്ങൾ മൊത്തം മുറിക്കണ്ട. നമുക്ക് ചെയ്യാം. ഇപ്പൊ മരങ്ങൾ നിൽക്കുന്നുണ്ട് ആൾക്കാർ. മരങ്ങൾ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യം, നമ്മുടെ നാട്ടുകാരുടെ ആവശ്യം. തീർച്ചയായിട്ടും പരാതിപ്പെടാം. സാജി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ മരത്തിന്റെ ശിഖരങ്ങൾ വളരെ അപകടകരമായിട്ടുള്ള നിലയിൽ നിൽക്കുകയാണ്. കാരണം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മറ്റ് അന്യ സ്റ്റേറ്റുകളിലെല്ലാം, ഞാൻ ഈ അടുത്ത സമയത്ത് ബാംഗ്ലൂരിൽ പോയപ്പോഴും കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ശിഖരങ്ങൾ കട്ട് ചെയ്ത് നീക്കുന്നു, അല്ലാത്തത് അവർ പിടിച്ച് കെട്ടി നിൽക്കുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇവിടെ ചുമ്മാ കുറെ സർക്കസ് കാണിക്കുക എന്നുള്ളതാണ് യാതൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇതിനെല്ലാത്തിനും തീർച്ചയായിട്ടും പരിഹാരം കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ ആലായിലുണ്ടായ ആ ഒരു ഉണർവ് സമീപ പ്രദേശങ്ങളിലേക്കൂടെ വ്യാപിച്ചിരിക്കുന്നു. സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. എല്ലാ അഭിനന്ദനങ്ങളും. ഞങ്ങൾ എല്ലാത്തിനും ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പച്ചൻസിന്റെ വക അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ കൂടെ